നമ്മുടെ പെയിൻറ്റിങ് റിസൾട്ട് ഗൈസ്. ഓ ഗ്യാനി വരുന്ന നമുക്ക് അത് കൊണ്ടിട്ടിട്ട് വേഗം അയ്യോ ചത്ത് ചത്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഗ്യാനിയുടെ മൂന്നാം ഭാഗമാണ്. സത്യം പറഞ്ഞാൽ ഇത് അതായിട്ടൊരു ബന്ധമില്ല, പക്ഷെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഗ്രാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായി. അപ്പോൾ ഇന്ന് ഗ്രാനി കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ചു ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അടി കൊണ്ട് ഇറങ്ങി. അതുകൊണ്ട് ഇപ്രാവശ്യം ഗ്രാനി കളിക്കാൻ വെച്ചു. പിന്നെ നമ്മൾ ഗ്രാനി മൾട്ടിപ്ലെയർ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാം, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഇത് എസ്കേപ്പ് ചെയ്യാൻ വിചാരിച്ച് കാർ എസ്കേപ്പ് ഡോർ എസ്കേപ്പ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഗ്രാനിനൊന്നും കാണില്ല ഗൈസ്, കണ്ട ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും സാധനങ്ങൾ ഇപ്പോഴും എടുത്ത് തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞത് ഒന്നും കിട്ടിയില്ല നമുക്ക്. നീ എവിടെ വന്ന മരഭൂതമേ ചത്തുന്ന് പറഞ്ഞത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. ഡേറ്റ് ഗൈസ്. അപ്പോൾ എടാ ഈ വാതലും അത് വാതലും ഇനി സ്റ്റെക്കായി നിൽക്കാമെന്ന് തോന്നുന്നു. ആ തുടക്കം തന്നെ നല്ല രസമായിട്ടുണ്ട്. ഇനിയോടൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുക ഗൈസ്. നമുക്ക് എന്തായാലും വേഗം അടുക്കളയൊക്കെ ഓടിപ്പോവാം. എന്നിട്ട് ഇതൊക്കെ വേഗം തുറന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡേകളൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. അല്ല മീൻസ് വെറുതെ ഒരു കളി കളിച്ചാണ്. എസ്കേപ്പാണെന്ന് വെച്ച് കളിച്ചല്ല. എനിക്ക് ഗ്രാനി ഞാൻ ആദ്യമായിട്ട് കളിച്ചാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പേടി ആയതുകൊണ്ട് ഞാൻ കളിച്ചിരുന്നില്ല. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം ഗൈസ്. അന്ന് കളിച്ചതും പിന്നെ മൾട്ടിപ്ലെയർ കളിച്ചപ്പോൾ കുറച്ചും കൂടി എനിക്ക് മനസ്സിലായി. അന്ന് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്നും നോക്കിയേ ഉള്ളൂ. അന്ന് മൾട്ടിപ്ലെയർ കളിച്ചപ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലായി, കുറേയൊക്കെ നമുക്ക് കിട്ടി. മൾട്ടിപ്ലെയർ നമ്മൾ എസ്കേപ്പ് ആവേണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ചെറിയ മിസ്റ്റേക്ക് ആയിട്ടാണ് നമ്മൾ എസ്കേപ്പ് ആവാണ്ട് പോയത്. അപ്പോൾ ഗ്യാസ് ഓയിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്യാസ് ഓയിൽ കൊണ്ടയ്ക്കുക ഗൈസ്. ഇത് കാറിൻ്റെ അവിടെയല്ലേ വെക്കേണ്ടത് ഗ്യാസ് ഓയിൽ? ഗ്യാസ് ഓയിൽ കാറിൻ്റെ അവിടെയല്ലേ വെക്കേണ്ടത്? ഇത് വെക്കാൻ പറ്റില്ല എന്തായാലും. ഗ്യാസ് ഓയിൽ എന്തായാലും ഇവിടെ വെക്കാൻ പറ്റില്ല. നമുക്ക് കാർ എഞ്ചിൻ വേണം, പിന്നെ ബാറ്ററി ആണെന്ന് കാണിച്ച്. അപ്പോൾ നമുക്കത് രണ്ട് വേഗം പോയിട്ടുണ്ട് ഒരാൾ കാണുകയാണെങ്കിൽ. കീ ഒന്നും കിട്ടിയില്ല ഗൈസ്. ഗ്രാനി ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഇല്ല. നമുക്ക് എന്തായാലും ഇതൊക്കെ തട്ടിയിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേഗം വേഗം ഒന്ന് ചെയ്തെടുക്കാൻ നോക്കാം. ഇത് എന്തോ ഞാനത് ഈസി മോഡ് അല്ല നോർമൽ മോഡ് എന്തോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കെന്തോ എക്സ്ട്രാ ഡ്രൈവ് കിട്ടും ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും അങ്ങനെ കിട്ടും. അപ്പോൾ 5-6 ഡേയ്സ് എന്തുകൊണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതെങ്ങനെ കിട്ടുക? എനിക്കൊന്ന് തന്നെ കിട്ടും തോന്നുന്നില്ലേ? തന്നെ കിട്ടും തോന്നുന്നു ഗൈസ്. ഇതെന്തൊരു സാധനം ഇത്? ഇതൊന്ന് യൂസ് ചെയ്യണേ. ഓ ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ടുണ്ട് ഗൈസ്. ഇവിടെ വേറെ ഒന്നുമില്ല. നമുക്കെന്തായാലും ഷോർട്ട് ഗൺ എടുക്കാം. എന്നിട്ടോട് വേഗം അടി കൊണ്ടൊക്കെ. ഇപ്പം നമുക്ക് എല്ലാ സ്ഥലം അറിയുന്നതുകൊണ്ട് നന്നായി മനസ്സിലായി ഗൈസ്. അത് നമുക്ക് എന്തായാലും ഇന്ന് പുറത്തെടുക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറഞ്ഞില്ല ഗൈസ്. എനിക്ക് ഒന്നാമത് ഗ്രാനി ചേസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാധനം വരും ഗൈസ്. അയ്യോ പറഞ്ഞ അവിടെ അപ്പോഴേക്കും വന്നു പിടിക്കുന്നറിയില്ല ഗൈസ്. അപ്പോൾ ഗ്രാനി പോയി നിന്നു ഗൈസ്. നമുക്കിത് വേഗം അടി കൊണ്ടൊക്കെയാ. എന്നിട്ട് ഷോർട്ട് ഗൺ കിട്ടുമോ നോക്കാം ഗൈസ്. ഗ്രാനി പിന്നിലുണ്ടാവോ? നമുക്ക് എന്തായാലും ഇവിടെ ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് വേഗം കൊണ്ടാക്കിയാലേ ഇങ്ങോട്ട് വരും. ഇവിടെ ട്രാപ്പൊന്നുമില്ല. അപ്പോൾ അതേ ഷോർട്ട് ഗൺ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറേ ആവശ്യം സിമ്പിളായിട്ട് കുറച്ച് ബ്രേക്ക് കിട്ടും. അതുകൊണ്ട് പിന്നെ നമുക്കിത് ഈ റൂമിൽ പോയിട്ട് ചെയ്യാം. അങ്ങനെ ഗ്രാനിനെ അങ്ങനെ എനിക്ക് കളിക്കാൻ അറിയുള്ളൂ. അല്ലാണ്ട് ഗ്രാനിയോട് വെച്ചുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്ക്രൂ ഡ്രൈവറോ ഹാമറോ ഗൈസ് കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ല മൾട്ടിപ്ലെയറിൽ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയത് സാധനം. അതിൻ്റെ വേഗം രക്ഷപ്പെടാൻ പറ്റില്ല. അത് ഇതിൽ കിട്ടാൻ നോക്കാം നമുക്ക്. എനിക്ക് രണ്ടും കൂടി കൺഫ്യൂഷനാണ്. അതിൽ ഇത് കിട്ടിയ മൾട്ടിപ്ലെയറിൽ ഏതാ കിട്ടിയതെന്ന് അറിയില്ല. ഗൈസ് ഇത് നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ ചെയ്തത് കേട്ടോ. ആ റൂമിൽ പൂട്ടിയിടാനുള്ള നമുക്കിത് എന്തായാലും കൊണ്ട് താത്തിടാം. അപ്പോൾ ഗ്രാനിയോടെ വരുമ്പോൾ പൂട്ടിയിട്ടിട്ട് 120 സെക്കൻഡ് നമുക്ക് ഒഴിവാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ താത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം. ഗ്രാനിയിൽ മടക്കാലോ.
ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ അന്നൊക്കെ കളിച്ച എക്സ്പീരിയൻസ്. അയ്യോ കണ്ട് 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 ഡേയ് ഛേ ഓടിക്കണം. എനിക്ക് ഒരു ഓടുമ്പോൾ ഒരു ടെൻഷനാണ്. ഫോണൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തെറിച്ചു പോയി ഒരുമാതിരി പെട്ട സാധനം കാരണം. ഗൈസ് ഗ്രാനി അപ്പോൾ പോയി. നമുക്ക് വേഗം ഒന്നും കൂടി ഒരു ആശയം കൂടി ഇടാം. എന്നിട്ട് കാറിനോട് ഓടിക്കണ്ടേ ഗൈസ്. കാറിനോട് റിസ്ക് ആണ്. ഗ്രാനി വേഗം വന്ന് കുഴപ്പമില്ല. ഇത് 3 പ്രാവശ്യം ഉള്ളൂ കേട്ടോ. നമ്മൾ പ്രാവശ്യം ചമ്മിപ്പോയതാണ്. ആ സാധനം പൊട്ടിപ്പോയി. അതുകൊണ്ട് നമ്മൾ അത് ഉണ്ടോ നോക്കിയിട്ട് വേണം അടയ്ക്കാൻ. വെള്ളം അവിടെ പെട്ടെടുക്കട്ടെ. വേറെ ഒന്നും കിട്ടിയില്ല ഇതുവരെ കേട്ടോ. ഇതിലൊന്നും ഒന്നുമില്ല. ഇതെന്ത്? ഓ ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ട് കൂടി കിട്ടി. അത് കൊള്ളാം. ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് പരമാവധി എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുവിടാം. അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് നേരെ എടുത്താൽ മതി. അവിടേക്ക് നമുക്ക് സുഖമായി എത്താൻ പറ്റും. ഓ അതെ പാർട്ട് പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് കിട്ടി കഴിച്ച്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ വെച്ചാൽ അത് കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു. ഒന്നും കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം. വെറുതെ ഫിക്സ് ചെയ്തു. പ്രാവശ്യം കിട്ടും നോക്കാം. അതെ മറ്റേ ബുക്ക് ഇതൊക്കെ ഞാൻ പഠിച്ചു കഴിച്ചു. ഇത് മറ്റേ ഗ്രാൻഡ് അമ്മമ്മയുടെ അവിടെ ഒക്കെ ഉണ്ടായി. അപ്പോൾ കഴിച്ച് നമ്മൾ ഇതും അവിടെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ വേഗം നമുക്ക് ചെയ്യാം. അതാണ് നല്ലത്. ഗ്രാനി ഇപ്പോൾ 120 സെക്കൻഡ്, അത് 2 മിനിറ്റ് വരും ഗൈസ്. ഓ ഇത് മറ്റേ സ്പൈഡർ. ഓഫ് എന്നെ സമ്മതിക്കണം. ഞാൻ എല്ലാം പഠിച്ചു കേട്ടാ. അതൊക്കെ നമുക്കറിയാം. സാധനങ്ങൾ കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആക്കി ജയിക്കാം. ഇവിടെ ഇതിവിടെ വയ്ക്കാം. ഓക്കെ ഇനി മീറ്റ് ഇടണം ഗൈസ്. മീറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പ്ലേറ്റ് കൊണ്ടുവയ്ക്കാം. സ്പൈഡർ നമ്മൾ ഒരു പ്രാവശ്യം കൊന്നു ഗൈസ്. അതാണ് പ്രശ്നം. ഇപ്പോൾ പെയിൻറ്റിങ് കിട്ടി. ഇതുകൊണ്ട് അവിടെ ഇടാം. ഇനി വേറെ എന്തെങ്കിലും കിട്ടണം നോക്കാം. ഇപ്പോൾ വരും ഗൈസ്. ഗ്രാനി എന്തായാലും ഇപ്പോൾ വരും. ടൈം ഏതാണ് തീരാറായിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല തോന്നുന്നു. ഇതൊന്നും കാണുന്നില്ല കൊണ്ടായത്. നമ്മുടെ ബാറ്ററി ഇട്ട് ഗൈസ്. ഇത് നമുക്ക് അടിയിൽ കാറിലുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഇടാം. ഓ വെറുതെ ഞങ്ങളുടെ പേടിച്ചേ. എന്താ ഭാഗ്യത്തിൻ്റെ കാര്യം അടിച്ചില്ല. ബിരിയാണി പോയി ഗൈസ്. നമുക്ക് അത് വേഗം പോയി എടുക്കാം. പണ്ടാത്തല പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഒരു കീ പോലും നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ഇവിടെ കട്ടിങ് പ്ലെയർ കിട്ടി. ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ അടിയിലെത്തിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഗ്രാനി ഇവിടെ ഉണ്ട്. ഇതൊന്ന് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിയാക്കാം. കട്ടിങ് പ്ലെയർ വെച്ചിട്ട് ഗ്രാനി പോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഗ്രാനി പോയി. ഇനി നമുക്ക് ഇവിടെയുള്ള ആദ്യം കൊണ്ടിടാൻ വിചാരിച്ചു ഗൈസ് ഞാൻ. അപ്പോൾ ഈ പെയിൻറ്റിങ്ങൊക്കെ നമുക്ക് വേഗം അവിടെ വയ്ക്കുക. ഗ്രാനിപ്പോൾ മുകളിലേക്ക് പോയി. അപ്പോൾ കുറച്ച് നേരത്തേക്ക് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടി കിട്ടി ഗൈസ്. ഇതാണ് മെയിൻ. ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവളെ തട്ടാലോ. ഓക്കെ ഡേയ്. ഓ അപ്പം നമുക്ക് ഷോർട്ട് ഗൺ സെറ്റാടേ. അവിടെ ഇരിക്കണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല. സാധനം കിട്ടിയ ഇനി നമ്മുടെ വളയാക്കണം കേട്ടാ. ഇനി അവൾ വരട്ടെ. അവളെ നമുക്ക് പറത്താം. അവളെ എയറിൽ നിർത്താം. നമുക്ക് കുറേ കാലമായി അവളെന്നെ അടിച്ചു പോലാൻ വന്നിട്ട്. അതിൻ്റെ ഒരു എത്ര ടേസ് അവളെന്നെ കൊന്നുണ്ടാവും. വാടി അവളില്ല കഴിച്ചല്ലേ. അവളെ കാണാൻ తమ్ముడు నాతో జాగ్రత్త, నేను చాలా డేంజరస్. നമ്മ പുറത്തൊക്കെ വന്ന് ഗ്രാനിനെ കൊന്നിട്ടും ഒന്നും കിട്ടുന്നില്ല. എന്തായാലും തോക്കെടുക്കുക ഗൈസ്. അതാണ് നല്ലത്. തോക്കെടുത്ത് പിടിക്കുമ്പോൾ ആ ഒരു ധൈര്യം കിട്ടുന്നു. ചിലപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ ഗൈസ് നമ്മൾ ബാറ്ററി ഇവിടെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് കൊണ്ടുവരണം. ബാറ്ററി ഇവിടെ നിന്ന് ഒരു സാധനമില്ല കേട്ടാ. അതാണ് പ്രശ്നം. നിൽക്ക് ഇവിടെ ഗ്രാനിയുടെ അമ്മൂമ്മയുടെ ഇതുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ആ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ തുറക്കത് ഇത്? ഓ ലിവറിലേ. അതവിടെ തുറന്നു. ഇനി ഇപ്പം സുഖം ആണെന്ന് കൊന്നിട്ട് പോകാൻ ചോദിക്കുന്നു. വന്നു
വാടി വാടി വാടി. അപ്പോൾ വേഗം നമുക്ക് അവളെ അമ്മവിടെ അവിടെ പോയിട്ട് നമുക്ക് ബുക്ക് കൊണ്ടൊക്കെയാണ്. അപ്പോൾ അത് താഴെ വീഴും, അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷേ അത് എന്താ തരാമെന്നൊന്നും അറിയില്ല ഗൈസ്. കീ ആണെന്ന് തോന്നുന്നു. അത് തോന്നി കീ എങ്ങനെ കിട്ടാ? കീതാടി വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പ ഗൈസ്. അവളെ തള്ളയുടെ കീ ഒന്നും കിട്ടിയില്ല ഗൈസ്. വെറുതെ പോയി. എനിക്കൊന്ന് കുറച്ച് നേരം കഴിയുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അടിക്ക് വന്ന് ഇനി ആമൊക്കെ സെറ്റാ ഗൈസ്. ഗ്രാനി വരാറായിട്ടില്ല എന്നല്ല, നമുക്കൊരു ഇതൊന്ന് വീഡിയോ വെച്ചോ. ഗൈസ് സ്ക്രൂ ഡ്രൈവറിന് കിട്ടിയില്ല ഗൈസ്. വെറുതെ ഒരു ആമ കൊണ്ട് കളഞ്ഞു. ഓ എൻജിൻ പാർട്ട്. ഓ അപ്പോൾ നമുക്ക് കാർ എസ്കേപ്പ് തന്നെ ചെയ്യാം ഗൈസ്. ഇപ്പോൾ കുറച്ച് തന്നെ ഈ കാറിനായിട്ട് കിട്ടണം. ഡോറിനൊന്നും കിട്ടിയില്ല ഗൈസ്. ഇവിടെ അടിയിലൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. കിളിയുടെ തീറ്റാടാൻ കിളിയില്ല എന്തെങ്കിലും വാങ്ങായിരുന്നു. നമ്മളെന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും കിടക്കണം പോട്ടെ. തണ്ണി മൊത്തം കിട്ടിയില്ല, കിളിയുടെ ഇത് കിട്ടിയില്ല, അങ്ങനെ കുറച്ചൊന്നും കിട്ടിയില്ല ഗൈസ്. വെപ്പൺ കിട്ടണം, അതിന് വെപ്പൺ കീ കിട്ടണം, പിന്നെ അതിൽ ഉണ്ട കിട്ടണം. 8 കാലിയായിട്ടുള്ള ഗ്രാനി എനിക്ക് തോന്നുന്നു ഗൈസ്. അതിനൊരു വഴി ഞങ്ങൾ കണ്ട്. പക്ഷെ ഞങ്ങളത് റെക്കോർഡ് ചെയ്തില്ല ഗൈസ്, അത് പ്രശ്നമായി. നമ്മൾ പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് വന്നു കേട്ടാ ഗൈസ്. ഉണ്ടോ ഇവിടെയൊക്കെ ചുറ്റിക വേണം, ചുറ്റിക ഉണ്ടെങ്കിൽ നടക്കുള്ളൂ കാര്യങ്ങൾ. നമ്മുടെ എൻജിൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതിവിടെ വയ്ക്കുക. ഇനി ഇവിടെ ബാറ്ററി നമ്മുടെ കൊണ്ടിട്ടുണ്ട് ഗൈസ്. പൈസ നമ്മൾ ബാറ്ററി കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ അത് കൊണ്ടിടാൻ നമ്മൾ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എൻജിനൊക്കെ തന്നെ ശരിയായി തോന്നുന്നു. ഇവിടെ ഒന്നും കൂടിയെന്ന് തോന്നുന്നു. അതിൻ്റെ സ്പാർക്ക് പ്ലഗ്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഗ്രാനിനെ പൂട്ടിയിടാൻ വിചാരിച്ച്. ഇവിടെ ഒരാഴ്ചയല്ലേ കൂട്ടിയിട്ടുള്ളൂ, ഇനിയും 2 പ്രാവശ്യം കൂടി ഉണ്ട്. ഇപ്പോൾ കൊണ്ടുപോകാൻ എവിടെ കൊണ്ടാണ് അവിടെ നിന്ന് കാറ്റ് കൊണ്ടാണ്, അല്ല പുക കൊണ്ടാണ് വേഗം. അപ്പോൾ ഗൈസ് നമ്മൾ വേഗം ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ പാർട്ട് ഓഫ് പെയിൻറ്റിങ് എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാർട്ട് കൊണ്ട് കണ്ടുപിടിക്കാൻ. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും തോന്നുന്നു. പിന്നെ സേഫ് കീ വേണം ഗൈസ്. സേഫ് കീ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതെന്ത് അതിൻ്റെ കട്ടിങ് പ്ലെയർ നമ്മളവിടെ വെച്ചിട്ടുണ്ടായി ഗൈസ്. കട്ടിങ് പ്ലെയർ ഇത് കട്ട് ചെയ്തിട്ട് എന്താ ഗുണം? ഈ വയർ കൊണ്ട് കാറിൻ്റെ അവിടെ അങ്ങനെയല്ല തോന്നുന്നു, അത് കിട്ടിയില്ല. ഇത് ആ ഗ്യാസ് ഓയിൽ എവിടെയാണ് ഗൈസ് വയ്ക്കേണ്ടത്? ഇവിടെ ഒന്നും ഇല്ല. ഒരു നെഞ്ച് കത്താളെ ഏത് സാധനത്തിൻ്റെ ബീജിയും. ഈ തെണ്ടുകളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? നമുക്ക് മുകളിൽ കയറാം. ഗ്രാനിനെ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. അത് 1 ഇനി ഗ്രാൻഡ് പേരൊക്കെ 2, 1, 2, 3 ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എന്തായാലും അധികം കളിക്കാനായിരിക്കും. ഇതൊന്ന് ജയിക്കട്ടെ ഗൈസ്. ഞാൻ ആദ്യം ഇത് ജയിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കളിക്കാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ 2ഉം 3ഉം ഒക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. ഉള്ളിൽ ഒരു സാധനമില്ല ഗൈസ്, ഒന്നും കാണില്ല. ഞാൻ നോക്കിയിട്ട് വാതിൽ തുറന്നാ അടങ്ങിയ. അപ്പോൾ നമുക്ക് ആ കിണർ എടുക്കാനുള്ള ക്രാങ്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയതെടുക്കാം ഗൈസ്. കൂടെ ഗ്രാനി കണ്ടാറങ്ങനായിട്ട് ഇത് എല്ലായിടത്തും അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നു ഗൈസ്. അവിടെ ആ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ സ്ക്രൂ ഡ്രൈവറും ഞാൻ പറഞ്ഞത്. സ്ക്രൂ ഡ്രൈവർ ഹാമർ ആ സാധനം കാണും. ഹാമർ ഞാൻ കണ്ടിട്ട് പോണില്ല. സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ മുകളിൽ ഉണ്ടെന്ന് അറിയാം. ഇവിടെ മറ്റേ ആ ഫ്രീസ് ആക്കണുണ്ട്. മീറ്റില്ല. ഇതെന്ത് വടി എന്തിനാണ് ഗൈസ്? ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല. സ്പാർക്ക് പ്ലഗ് എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതെവിടെ ആവശ്യമൊന്നും അറിയില്ല. അപ്പോൾ ഇതുകൂടെ എടുക്കട്ടെ. നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇവിടെ വീൽ ക്രാങ്ക് ഉണ്ട്. വീൽ ക്രാങ്ക് കിണറിനല്ലല്ലോ വീൽ ക്രാങ്ക് എന്തിനാ ശരിക്കും?
അതൊന്നും അറിയില്ല. വന്നുണ്ട്. വന്ന് ഇവിടെ എടുക്കട്ടെ ഗൈസ്. അപ്പോൾ തള്ള പോണവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ തള്ള പോയിട്ടുണ്ട്. പോയില്ലേ? ആ ഗൈസ് തള്ള പോയി. ഇനി നമുക്ക് ഒന്നും കിട്ടിയില്ലേ ആവശ്യമായിട്ടുള്ള ഒരു കീ പോലും കിട്ടിയില്ലാണ്ട്. എവിടെയൊക്കെ വെപ്പൺ കീ ഒക്കെ ആവശ്യമുള്ള ഡേ. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ഒരാവശ്യത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഗ്രാനീനെ ഒന്നുകൂടി പൂട്ടിടാമെന്ന് നോക്കാം ഗൈസ്. അതിന് ഇനി ഒരു ചാൻസ് കൂടിയുണ്ട്. നമ്മൾ വരട്ടെ ഗൈസ്. വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പൂട്ടിട്ട് ഗൈസ്. ഇതാണ് ലാസ്റ്റത്തെ പ്രാവശ്യം. ഇതെങ്ങനെ തീർന്നു ഗൈസ്. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഒന്നും കിട്ടിയില്ല കേട്ടോ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പെയിൻറ്റ്. അപ്പോൾ ഗണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിന് മുമ്പ് വേറെ കാര്യം ചെയ്യാണ്ട്. ഓ ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ആ തള്ള നമുക്ക് അവിടെ കീ ഇട്ടുന്നുണ്ട്. അതായത് കട ഇവിടെയുള്ള നമ്മുടെ ഗ്രാനീനാകുമ്പോൾ നമുക്ക് അവിടെ കീ ഇട്ടുന്നുണ്ട്. സ്പൈഡർ കീ ആണിത്. പക്ഷേ സ്പൈഡർ കീക്ക് വേണ്ടി നമുക്ക് മീറ്റ് ആവശ്യമുണ്ട് ഗൈസ്. അതുകൊണ്ട് അത് വേണ്ട, അതെടുക്കണ്ട. നമുക്ക് ഇത്രയും തള്ളാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അത് ശരി, ചത്തില്ലായിരുന്നോ? ഗ്രാനി ചത്തില്ല ഗൈസ്. ഗ്രാനി ചത്തില്ല. അതെങ്ങനെ? ഞാനിത് പക്ഷെ നമുക്ക് 120 സെക്കൻഡ് കാണിച്ചില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ചത്തുണ്ടാവുന്നു ഗൈസ്. നമ്മൾ ലക്കയെന്നില്ലായിരുന്നു നമ്മൾ കൊല്ലാങ്ങിയത്. അപ്പം ഞാൻ ഗണ്ണെടുത്തിട്ട് പോയി തട്ടാം. ഇതെടുക്ക. ഓ ഞാൻ ഓൾറെഡി നിറച്ചിട്ടുണ്ടായിട്ട് വെറുതെ ഉണ്ട് ചിലവാക്കി. പക്ഷേ ഇപ്പം ശബ്ദം കൂടി ചത്ത് വരുമെന്ന് അറിയില്ല. നല്ലതാണ് ഇവിടെ ഉണ്ടാവും. ഒന്നുമില്ല, ഒന്നും കാണില്ല. നമുക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. ഇനി താഴത്തും മേശപ്പുറത്തും ഒന്നുമില്ലടേ. എനിക്കൊന്നും വല്ല ബഗ്ഗാണോന്ന് അറിയില്ല. ഒരു സ്ഥലത്തൊന്നുമില്ല. പക്ഷെ ഗ്രാനിനെ കൊല്ലാനുള്ള കുറേ അവസ്ഥയായിട്ടുണ്ട്. പിന്നെ ഓരോ ഡോറ് അത് അതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങളുണ്ടാവും. നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെയാണ് ഗൈസ് അവൾ പ്രതീക്ഷ. അവിടെ ബുള്ളറ്റ് ഇരിക്കുന്ന ഗൈസ്. ബുള്ളറ്റ് നമുക്ക് എടുക്കാം. ഓ കിട്ടി സാധനം. ഓ നമ്മുടെ പെയിൻറ്റിങ്ങിന് പീസ് കിട്ടി ഗൈസ്. ഓ ഗ്രാനി വരുന്ന നമുക്ക് അത് കൊണ്ടിട്ടിട്ട് വേഗം അത്. അയ്യോ ചത്ത് പണ്ടാരം. എടേ ഗ്രാനി റീസ്പോണായി. ഓ തോക്കിട്ട ശബ്ദം കണ്ട് കറക്റ്റ് അങ്ങോട്ട് തന്നെ വന്നു. നമ്മൾ തോക്കും കളഞ്ഞിട്ട് അതിൻ്റെ വായ കയറി ചാടി. സൂപ്പർ. അവിടെ അങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ല. നമുക്ക് വേഗം വിട്ട് അവിടെ തട്ട വെറുതെ നമ്മളെ മയ്യ കളിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ അവിടെ വന്നു ഒട്ടും സമയമുണ്ട്. അവിടെ വിളിച്ചെടുത്ത് നമുക്ക് വലിക്കാം. ഒന്നുകൂടെ നമുക്ക് അത്ര നേരട്ടെ ശബ്ദം ഉണ്ടാക്കിയാലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. വന്ന് ഇത് നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ഗ്രാനി ഹാസ് റിവാർഡഡ് യു വിത്ത് എ ബോണസ് ഡേ ഇൻ ദ ഹൗസ്. ഓ ഒരു ഇത് ഞാൻ ഇത് ആ മോഡ് ഇട്ടപ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായി. ഒരു ഡേ കിട്ടുന്നു. അപ്പോൾ ഇത് ചെയ്താണ് ഗൈസ് അത് കിട്ടുക. ഓ അത് അപ്പം നമുക്ക് 6 ഡേ ഉണ്ടാവും തോന്നുന്നു ഗൈസ് മൊത്തത്തിൽ. ഉള്ളിലൊന്നും ഒരു സാധനമില്ല, ഒരു സാധനം. അപ്പം നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഒന്നും കാണില്ലേ. വേണ്ട ഒന്നുമില്ല ഇവിടെ. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റേ ആ സാധനങ്ങളുടെ അലമാരയുടെ ഡിക്കിയൊക്കെ ഉള്ളിലാണ്. അതിനുള്ള കീയില്ല. കുറേ കുപ്പിയും മാട്ടയും മണ്ണെണ്ണയൊക്കെ അല്ലാണ്ട് ഒന്നുമില്ല അവിടെ. പുല്ല് ഇത് കണ്ട ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാൻ നിർത്താൻ പോണു, എനിക്ക് വയ്യ. ഇതെന്താ ബഗ്ഗാന്ന് ഗൈസ്. കണ്ട ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് കംപ്ലീറ്റ് ആക്കണം വേറെ വിളിച്ച്. അപ്പോൾ എല്ലാവർക്കും ബൈ.